കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ദേശീയ ഭീകരവിരുദ്ധ നയത്തിന് പ്രഹാർ എന്നാണ് പേര്. രാജ്യത്തിന് വെല്ലുവിളിയാകുന്ന എല്ലാ ഭീകരതയും എതിർക്കുകയെന്നതാണ് നയത്തിന്റെ കാതൽ. ജിഷ്ണു, സുപ്രധാനമായ ഒരു നയം. ആഭ്യന്തര മന്ത്രാലയമാണ് ഈ ഒരു നയം പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാനമായും പ്രഹാറിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? KP അശ്വതി, ഗുഡ് ഈവനിംഗ്. ഭാരതം ആദ്യമായി ദേശീയ ഭീകര വിരുദ്ധ നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു ഡോക്യുമെന്റ് പുറത്തിറക്കിയിട്ടുള്ളത്. ഭീകരവാദത്തെ എങ്ങനെയാണ് ഭാരതം നോക്കിക്കാണുന്നത്, ഏതെല്ലാം രീതിയിൽ ഭാരതം എന്ന നമ്മുടെ രാജ്യം ഭീകരവാദ ഭീഷണികൾ നേരിടുന്നുണ്ട്, അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ, അതിനോടുള്ള നയം, ഇവയെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ളത്. സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ആദ്യമായിട്ടാണ് രാജ്യത്ത് ഇത്തരത്തിൽ ഭീകരവിരുദ്ധ നയം പുറത്തിറക്കുന്നത്. വിവിധ തരത്തിലുള്ള ഭീഷണികൾ ഇന്ന് ഭാരതം നേരിടുന്നുണ്ട്. കര, വ്യോമ മാർഗവും അല്ലാതെ സമുദ്രമാർഗവും വഴി ഭീകരതയുടെ ഭീഷണികൾ ഭാരതത്തിന് മേലുണ്ട്. അതിനോടെല്ലാം തന്നെ സീറോ ടോളറൻസ്, വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയും വിട്ടുവീഴ്ചയില്ലാത്ത നയവുമാണ് ഭാരതത്തിനുള്ളത് എന്ന് വളരെ കൃത്യമായി പ്രഹാർ എന്ന പേര് നൽകിയിട്ടുള്ള ഈ ഭീകരവിരുദ്ധ നയത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അൽ-ഖ്വയ്ദയും IS-ഉം പോലുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ ഭാരതത്തെ ലക്ഷ്യം വെക്കുന്നു. കൂടാതെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ ഒരു ഉപകരണമായി, അവർക്ക് ആവശ്യമായുള്ള ഉപകരണമായി ഉപയോഗിക്കുകയാണ് എന്ന് പാകിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഈ നയത്തിൽ ഭാരതം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ അതിർത്തി കടന്നുള്ള ഭീകരവാദ ഭീഷണികളെ വളരെ കൃത്യമായി തന്നെ നേരിടും. രാജ്യത്തിന് വെല്ലുവിളിയാകുന്ന ഏതൊരു ഭീകരവാദത്തെയും കുറ്റകരമായി കണ്ടുകൊണ്ട് അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും. ഭീകരവാദത്തെ ഏതെങ്കിലും മതമോ വർഗവുമായി ഭാരതം ബന്ധിപ്പിക്കുന്നില്ല, അത്തരത്തിൽ കൂട്ടിക്കെട്ടുന്നില്ല. പകരം ഭാരതത്തിന് വെല്ലുവിളി ഉയർത്തുന്ന, നമ്മുടെ രാജ്യത്തിന് വെല്ലുവിളിയാകുന്ന ഏതൊരു ഭീകരതയെയും കുറ്റകരമായി കണ്ടുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഭീകരവിരുദ്ധ നയത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഭീകരതയ്ക്കെതിരെ സ്വീകരിക്കുന്ന നയവും അതുതന്നെയാണ്. ഏത് തരത്തിലുള്ള ഭീകരതയും ഏത് തരത്തിലുള്ള വെല്ലുവിളി, രാജ്യത്തിനെതിരെ ഉയരുന്ന ഏതു തരത്തിലുള്ള വെല്ലുവിളിയും അങ്ങേയറ്റം കുറ്റകരമായി കണ്ടുകൊണ്ട് കടുത്ത നടപടി സ്വീകരിക്കുക എന്നതാണ് നിലവിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഭാരതം സ്വീകരിക്കുന്ന നടപടി. അത് വളരെ കൃത്യമായി എഴുതി തയ്യാറാക്കി ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം നയമായി പുറത്തിറക്കിയിരിക്കുകയാണ്. സൈബർ മേഖലയിലും രാജ്യത്തിനെതിരെ ഉയരുന്ന ഭീഷണികളെ ഗുരുതരമായി തന്നെ കാണും, അതും ഭീകരവാദ ഭീഷണിയായി തന്നെ കാണും. അത് നേരിടാൻ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളുണ്ടാകും. സുരക്ഷാ സേനയോടൊപ്പം തന്നെ രാജ്യത്തെ പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം സഹകരണം ഭീകരവിരുദ്ധ നടപടികൾക്ക് കേന്ദ്ര സർക്കാർ ഈ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള ഈ പ്രഹാർ എന്ന ഭീകരവിരുദ്ധ നയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലൊരു ദേശീയ ഭീകരവിരുദ്ധ നയം, നമ്മൾ വിദേശകാര്യ നയം അത്തരത്തിലെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ രാജ്യം എങ്ങനെയാണോ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് അതിനെ നോക്കിക്കാണേണ്ടത് എന്ന് വളരെ കൃത്യമായി എഴുതി തയ്യാറാക്കിയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ദേശീയ ഭീകരവിരുദ്ധ നയം പുറത്തിറക്കിയത്. അതിലേറ്റവും പ്രധാനം കര, വ്യോമ, സമുദ്രമാർഗം വഴി ഭാരതം വിവിധ തരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട് എന്നും രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെ ഉയരുന്ന ഏതൊരു ഭീകരവാദത്തെയും ഏതൊരു വെല്ലുവിളിയെയും അങ്ങേയറ്റം കുറ്റകരമായി കണ്ടുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും എന്നുള്ളതുമാണ്. ജിഷ്ണു, അത് തന്നെയാണ് ആ പേരിൽ തന്നെ ഉണ്ട് KP, അതായത് എല്ലാത്തരം ഭീകരതയ്ക്ക് പ്രഹരം നൽകുക അല്ലേ? അതായത് ജിഷ്ണു പറഞ്ഞത് ഒരു എഴുതി തയ്യാറാക്കിയ കൃത്യമായ ഒരു നിയമം അല്ലേ, ഒരു നിയതമായ ഒരു ചട്ടക്കൂടിൽ തന്നെയാണ് ഈ നിയമം വരുന്നത്. അത് തന്നെയാണ് ഈ പ്രഹാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ട്, സൈന്യത്തിന്റെ പിന്തുണയുണ്ട്. എന്തായാലും ഇനി ശത്രു രാജ്യങ്ങൾക്കൊക്കെ ചങ്കിടിപ്പേറും. അതായത് ഈ അതിർത്തിയിലൊക്കെ ഇപ്പോഴും ഭീകരതയ്ക്കെതിരെ അതിശക്തമായ നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായൊരു ഏകോപനം സാധ്യമാക്കുക എന്നത് തന്നെയാണ് ഈ നയത്തിന്റെ കാതൽ.